അയൽപക്കത്ത് ആയില്യമുണ്ടെങ്കിൽ വീടിന് ദോഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആയില്യം ഉണ്ടെങ്കിൽ അയലത്ത് വീട്ടിലുള്ളവർക്ക് ദോഷമാണ് എന്നിങ്ങനെ പറയുന്നത്, പഴമക്കാർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ശരിയാണോ? സത്യം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് പലരും പറയുന്നുണ്ട് മുള വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി എന്നുള്ളത്. മുള അഥവാ ബാമ്പു ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി, ദോഷമേൽക്കില്ല എന്ന് പലരും പറയുന്നുണ്ട്. എന്താണ് ഇതിനകത്തുള്ള സത്യാവസ്ഥ? മുള വീട്ടിൽ വളർത്താമോ? ഇത് വളർത്തുന്നുണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അതിനെന്തെങ്കിലും ദിക്കുകളുണ്ടോ? ഇതെങ്ങനെ വളർത്തുമ്പോഴാണ് ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത്? ലക്കി ബാമ്പു എന്താണ്? അത് വളർത്തേണ്ട രീതി എങ്ങനെയാണ്? അപ്പോൾ ഇതെങ്ങനെയാണ് പോസിറ്റീവ് എനർജി ഇതിനകത്ത് പ്രവഹിക്കുന്നത്? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് ബാമ്പു അഥവാ മുള എന്ന് പറയുന്ന സസ്യം വീട്ടിൽ വളർത്തുന്നത് നല്ലതാണോ? അതെവിടെയാണ് വളർത്തേണ്ടത്? ഏത് ദിക്കിലാണ് വളർത്തേണ്ടത്? മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ കൂട്ടത്തിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. വളരെ വേഗത്തിൽ വളരുന്ന ഒന്നാണ് മുള എന്ന് പറയുന്നത് അഥവാ ബാമ്പു എന്ന് പറയുന്നത്. ഏകദേശം 1500-ൽ അധികം വെറൈറ്റീസ് ഈ പറയുന്ന ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്നുണ്ട്. മുള എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്കൻ ഐക്യനാടുകളിലും അതുപോലെ കാനഡ പോലത്തെ രാജ്യങ്ങൾ, നിരവധി പ്രദേശങ്ങളിൽ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന ബാമ്പു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാമ്പു നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ലക്കി ബാമ്പു ഏതാണ് നിങ്ങൾക്ക് ഞാൻ ചിത്രം കാണിച്ചു തരാം. ഏതാണ് എന്ന് നമുക്കറിയാം ആക്ച്വലി. പക്ഷേ വീട്ടിന് പുറത്ത് വളർത്തുന്നുണ്ട്, ഇൻഡോർ ആയിട്ട് അകത്ത് വളർത്തുന്നതുകൊണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വളർത്തേണ്ടത്? ആദ്യം തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു വീട് വയ്ക്കുമ്പോൾ ചില ചെടികൾ മാത്രമേ അവിടെ പാടുള്ളൂ, ചിലത് വയ്ക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളുണ്ട് വാസ്തുപ്രകാരം. ഇതനുസരിച്ച് ജീവിക്കുന്നവരും നിരവധിയാണ്. എന്നാൽ ഇതൊന്നും നോക്കാതെ എല്ലാ ചെടികളും വയ്ക്കുന്നവരും ഉണ്ട്. അപ്പോൾ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്. വിശ്വാസം മാത്രമല്ല, ചിലരുടെ അനുഭവങ്ങൾ കൂടിയാണ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആയില്യം നക്ഷത്രക്കാർ അയലത്തുണ്ടെങ്കിൽ ആ ദോഷം നമ്മളെ ബാധിക്കുമോ എന്ന് പലരും പറയാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ്. ഏത് നക്ഷത്രമാണ് മോശമായിട്ടുള്ളത്? ഒരു നക്ഷത്രവും മോശമില്ല, അല്ലേ? 27 നക്ഷത്രങ്ങളും വളരെ ഗംഭീരമാണ്. പക്ഷേ നക്ഷത്രമല്ല മോശം, സമയമാണ് മോശം. ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങൾ ഏത് സ്ഥിതിയിൽ നിൽക്കുന്നു എന്നതിനനുസൃതമായിട്ടാണ് മോശം ആകുന്നത്. അല്ലാതെ നക്ഷത്രങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള മോശവുമില്ല. ഈ പറയുന്ന അയൽവക്കത്ത് ആയില്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതും കൂടെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇനി പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ബാമ്പുവിനെ കുറിച്ചാണ്. ലക്കി ബാമ്പു എന്ന് പറയുന്ന സാധനം, ഇത് നിങ്ങൾ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നമ്മൾ ഇൻഡോറായാണ് വളർത്തുന്നത് എങ്കിൽ പാലിക്കേണ്ട ചില ഘടകങ്ങൾ ഉണ്ട്. എല്ലായ്പ്പോഴും തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇൻഡോർ ആണെങ്കിൽ ഈ പറയുന്ന സസ്യം സ്ഥാപിക്കേണ്ടത്. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് എപ്പോഴും മുളകളുടെ സ്ഥാനമെന്ന് പറയുന്നത്. ഇനി വെള്ളത്തിലിട്ടാണ് വളരുന്നതെങ്കിൽ ഒരുപാട് നാൾ അത് നിലനിൽക്കത്തില്ല, അത് നശിച്ചു പോകാൻ സാധ്യത കൂടുതലാണ്. 2-3 വർഷമൊക്കെ നിൽക്കത്തുള്ളൂ മാക്സിമം. മണ്ണിലാണെങ്കിൽ നല്ല രീതിയിൽ അത് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ കുറച്ച് എന്തെങ്കിലും ഒരു ബൗളിനകത്ത് കുറച്ച് ജലമെടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉരുളൻ കല്ലുകൾ ഇടുക. അതിനുശേഷം കുറച്ച് നാണയങ്ങൾ ഇടുക. അതിനുശേഷം ഈ ചെടി അതിലേക്ക് ഇറക്കുക. എല്ലായ്പ്പോഴും ഒരു തണ്ടായിട്ട് വയ്ക്കാൻ പാടില്ല. 2 തണ്ട്, 3 തണ്ട്, 5 തണ്ട്, 8 തണ്ട്, 9 തണ്ട് അങ്ങനെ വയ്ക്കാൻ പാടുള്ളൂ. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കൂട്ടി ഒരു റെഡ് റിബൺ ഉപയോഗിച്ച് കെട്ടുക. അപ്പോഴാണ് ലക്കി ബാമ്പു പൂർണ്ണമാകുന്നത്. ചുമ്മാ കൂപ്പിക്കകത്ത് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല. അപ്പോൾ വാസ്തുവിൽ പറയുന്നത് എന്താണ്? ഒരു ബൗൾ എടുക്കുക, അതിനകത്തേക്ക് എന്ത് വെക്കുക? കുറച്ച് ഉരുളൻ കല്ലുകൾ ഇടുക, അതിനുശേഷം കുറച്ച് നാണയങ്ങൾ ഇടുക, പിന്നെ ലക്കി ബാമ്പു അതിലേക്ക് വയ്ക്കുക, റെഡ് റിബൺ കൊണ്ട് ബന്ധിക്കുക. കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് ലക്കി ബാമ്പു വയ്ക്കുന്നത്. സ്ഥാനം ഞാൻ പറഞ്ഞു, കിഴക്ക് തെക്കേ മൂലയാണ്. പ്രകൃതിയിലെ
5 മൂലകങ്ങൾ, പഞ്ചഭൂതങ്ങളെ കുറിച്ചല്ല പറയുന്നത്, പ്രകൃതിയിലെ 5 മൂലകങ്ങളായ 1 മണ്ണ് അഥവാ ഭൂമി, 2 ജലം, 3 കാറ്റ്, 4 അഗ്നി, 5 മരം, ഇങ്ങനെ ഈ 5 ഘടകങ്ങളും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ, സന്തുലിതമാകുമ്പോൾ നല്ല സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു. ഈ 5നെയും കൂടെ ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ബൗളിനുള്ളിൽ നിങ്ങൾ ഈ ഉരുളൻ കല്ലുകളും ജലവും അതുപോലെ ഈ മുള ഇവിടെ മരത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്പന്ദനങ്ങൾ വീടിനുള്ളിൽ ഉണ്ടാകും. ഇങ്ങനെയാണ് ലക്കി ബാംബു എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. നമ്മൾ വീടിന് പുറത്ത് പല തരത്തിലുള്ള ബാംബു, ഞാൻ പറഞ്ഞല്ലോ 1500 തരം, അതിനകത്ത് എല്ലാം ഒന്നും നമ്മളിവിടെ കാണുന്നില്ല. ഏകദേശം ഒരു 7-8 തരത്തിലുള്ളത് മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുൻവശത്തൊക്കെ വളർത്താറുണ്ട് അല്ലേ, കണ്ണേറ് കിട്ടാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളർത്താറുണ്ട്. പക്ഷേ അത് നമ്മൾ സാധാരണ വെക്കുന്നത് ഗോൾഡൻ ബാംബു എന്ന് പറയുന്ന മഞ്ഞമുള എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് വെക്കുന്നത്. അപ്പോൾ അത് ഈ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ ആയില്യ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറണമെന്നൊക്കെ വിചാരിച്ചാണ് വയ്ക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല. ഇതിനപ്പുറം ഒരു മുള ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അവിടെ സാധാരണ സസ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 35% കൂടുതൽ ഓക്സിജൻ പുറപ്പെടുവിപ്പിക്കാനുള്ള കഴിവ് ഈ പറയുന്ന സസ്യത്തിനുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് ബെൻസിൻ പോലത്തെ വിഷമയമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുകയും എയർ പ്യൂരിഫയർ ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വരുന്ന പോലെ നമുക്ക് തന്നെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ മുള വയ്ക്കണം എന്ന് പറയുന്നത്. മുള വെച്ച് കഴിഞ്ഞാൽ ഓടി പൈസ വരുമെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി മുള വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ വളരുമ്പോൾ പ്രധാനമായിട്ടും വീട്ടിൽ വെക്കാൻ നല്ലത് ഈ പറയുന്ന മഞ്ഞ മുളയാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ പലതരത്തിലുള്ളത് വയ്ക്കാം, ഞാൻ ചിത്രങ്ങൾ കാണിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് മഞ്ഞ മുളയാണെങ്കിൽ കൂടി ഈ മുള വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ചിലപ്പോൾ പൂക്കാറുണ്ട്. ചിലരും ചോദിക്കാറുണ്ട് ഈ മുള പൂത്ത് കഴിഞ്ഞാൽ ദോഷമല്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു ദോഷവും ഇതിനകത്തില്ല. സസ്യങ്ങളാകുമ്പോൾ പൂക്കും, കായ്ക്കും. അപ്പോൾ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. പൂത്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിച്ചു പോകും എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടുതൽ കാലം നിൽക്കില്ല, അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതും നമ്മുടെ ജീവിതവുമായിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് കൂടി മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ബാംബു വളർന്നു വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത റണ്ണിങ് ബാംബു എന്ന് പറയുന്നൊരു സംഭവം. അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, വ്യാപിക്കും. ചിലതാണെങ്കിൽ പതുക്കെയും ചിലത് വളരെ വേഗത്തിലും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ റണ്ണിങ്ങിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന മഞ്ഞമുള എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഞ്ഞമുള ആണെങ്കിലും ഏത് മുളയാണെങ്കിലും വെക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം പുറത്തുള്ള കാര്യമാണ് പറയുന്നത്. പുറത്ത്, വീടിന് പുറത്ത് ആണെങ്കിൽ ഒന്നുകിൽ ഒരൊറ്റ തണ്ടേ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 2 തണ്ടുണ്ടാകാം, അല്ലെങ്കിൽ 3 തണ്ടുണ്ടാകാം. ഒരിക്കലും 4 തണ്ട് നിലനിർത്തരുത്. അത് നമ്മുടെ ഭാഗ്യത്തെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 4 തണ്ട് ആയിട്ട് ഒരു കാരണവശാലും മുള നിൽക്കരുത് വെളിയിൽ. 4 കമ്പ് ഇങ്ങനെ മുകളിലേക്ക് പോയി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് നിർഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലക്കി ബാംബു ആണെങ്കിലും ഈ പറയുന്ന പുറത്ത് വളരുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ളതാണെങ്കിലും ഒരു കാരണവശാലും 4 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടാകാൻ പാടില്ല. 5 ആകാം, 5 എണ്ണം നിൽക്കാം, കുഴപ്പമില്ല, ഒരുമിച്ച് നിൽക്കുന്നതാണ് പറയുന്നത്. പിന്നെ 6 എണ്ണവും അങ്ങനെ പൊതുവെ കാണാറില്ല, അങ്ങനെ നിർത്തരുത് 6 എണ്ണവും. അപ്പോൾ 6ഉം വെക്കരുത്, 4ഉം വെക്കരുത്. പിന്നെ എങ്ങനെയാണ് 8, 7, 9 അങ്ങനെയുള്ള സംഖ്യകളായിട്ട് നിലനിർത്താം. അതല്ലെങ്കിൽ 3 എന്ന് പറയുന്ന 3 മുളകളെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ സെറ്റാക്കി നിങ്ങൾക്ക് മാറ്റി കെട്ടിവെക്കാം. ഇപ്പം 4 എണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, ഒരെണ്ണം വെട്ടിക്കളയാനല്ല അവിടെ പറയുന്നത്. 3 എണ്ണത്തിനെ മാറ്റി നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ലെയർ ഇട്ട് സെറ്റാക്കി മാറ്റി. സോ അതൊരു ലെയർ ആയിട്ട് കണക്കാക്കും, മറ്റേത് വേറെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരെണ്ണം മറ്റൊരു ലെയറായിട്ടും നിലനിർത്തും. ഇങ്ങനെ എപ്പോഴും ഡിവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 4 എന്ന് പറയുന്ന സംഖ്യ യാതൊരു കാരണവശാലും, 6 വന്നാലും ശരി, 4 എന്ന് പറയുന്ന സംഖ്യ യാതൊരു കാരണവശാലും വരാൻ പാടില്ല മുളയുടെ കാര്യത്തിൽ. തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, മുള വയ്ക്കുമ്പോൾ വീടിൻ്റെ പിന്നാമ്പുറത്ത് എപ്പോഴും വടക്ക് ഭാഗം നോക്കി അവിടെ ഒരു കാരണവശാലും ഇത് വളർത്താൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇത് എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കുക. ഇതിൻ്റെ ഇലകളൊന്നും കൂടുതൽ പടരാൻ അനുവദിക്കരുത്. കാട് പോലെ ഒരു കാരണവശാലും ഇത് പടരാൻ അനുവദിക്കരുത്. ഒപ്പം തന്നെ വീടിന് മുകളിൽ പോകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും പെട്ടെന്ന് വളർന്ന് മുകളിലേക്ക് പോകും, അത് വീടിൻ്റെ മുകളിലേക്ക് പോവുകയോ
ഈ മുള വീടിനെ മറയ്ക്കുകയോ ചെയ്യാൻ പാടില്ല. വീടിൻ്റെ ഭാഗത്ത് തന്നെയായിരിക്കും നമ്മൾ നിർത്തുന്നത്. കൂടുതൽ വീടുകളും കിഴക്കോട്ടായതുകൊണ്ട് കിഴക്ക് തെക്ക് ഭാഗത്തൊക്കെ ആയിരിക്കും ഇത് വളർന്നു വരുന്നത്. ഇതൊരു കാരണവശാലും ഇതിൻ്റെ ഇലമ്പൽ, അതിൻ്റെ ഇലകൾ കൊണ്ട് വീട് ഒരു കാരണവശാലും മറയാൻ പാടുള്ളതല്ല എന്നുകൂടി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കിണറിനോട് ചേർന്ന ഭാഗങ്ങളിൽ ഇത് നടരുത് എന്നുകൂടി പറയുന്നു. കിണറിനോട് ചേർന്ന ഭാഗത്തും അതുപോലെ തന്നെ ടോയ്ലറ്റിനോട് ചേർന്ന ഭാഗങ്ങളിലൊന്നും ഈ പറയുന്ന മുള നട്ടു വളർത്താൻ പാടുള്ളതല്ല. യാതൊരു കാരണവശാലും ശ്രദ്ധിക്കേണ്ടത് വീടിനെ മറയ്ക്കരുത് എന്നും വീടിന് മുകളിൽ പോകരുത് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിൽ പോലും വീടിന് മുകളിൽ പോകാൻ പാടില്ല എന്ന് പണ്ടുള്ളവർ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അത് വീടിൻ്റെ മുകളിലേക്ക് മറിഞ്ഞ് വീഴും, വീടിന് കേടുപാട് സംഭവിക്കും എന്നതിനും അപ്പുറം വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള എനർജിയെ അല്ലെങ്കിൽ ആ ഊർജ്ജത്തിനെ തടഞ്ഞു നിർത്താൻ ഉള്ള കഴിവുള്ള വൃക്ഷങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് അല്ലെ. പലതരത്തിൽ പല രീതിയിലുള്ള എനർജീസ് പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ ഈ വൃക്ഷങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനകത്തൊക്കെ വല്ല കാര്യമുണ്ടോ, യാൾക്ക് വേറെ വല്ല പണിയില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നാളിൽപ്പെട്ടവർ മാത്രം ചാരിനകത്ത് ചെന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയാമല്ലോ. എല്ലാവർക്കും ഇല്ല. ഇപ്പം ഞാൻ ചാരിനകത്ത് ചെന്ന് പിടിച്ചിട്ടുണ്ട്, ഞാൻ അതിനായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ട്, എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല. എന്നാൽ ചില പ്രത്യേക നാളുകാർ ആണ് ആ ചാരിനെ ചാരുന്നതെങ്കിൽ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ഡോക്ടറെ കാണേണ്ട അവസ്ഥ ഉണ്ടാവും അല്ലേ. പക്ഷെ അതിന് മറുമരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിനകത്തൂടെ പറയുന്നില്ല. അപ്പോൾ ചാരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൗപർണികയുടെ അടുത്ത്, മൂകാംബികയ്ക്കടുത്ത് സൗപർണികയ്ക്കടുത്ത് കാളിഘട്ട് എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അതൊരു കൈവഴിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സൗപർണികയുടെ ഒരു കൈവഴിയാണ്. 64 തീർത്ഥങ്ങൾ ചേരുന്നതാണ് സൗപർണിക. അതിലൊന്നാണ് ഈ പറയുന്ന കാളിഘട്ട് എന്ന് പറയുന്നത്. അവിടെ ആ തീരത്ത് ചാരുമരം നിൽപ്പുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിച്ച് നോക്കിയിരുന്നു. ഈ പറയുന്ന നാളിനകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ അതാ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ശാസ്ത്രീയവൽക്കരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അതിപ്പോൾ അവിടെ നിൽക്കട്ടെ, ശാസ്ത്രമൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാൻ തൽക്കാലം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വൃക്ഷങ്ങളെക്കുറിച്ചാണ്. അത് പലതരത്തിലുള്ള പല രീതിയിലുള്ള എനർജി എപ്പോഴും എമിറ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മുളം തണ്ടുകൾ കാണിച്ചു തരാം. ചിലർ പറയുന്നുണ്ട് വീട്ടിൽ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തി മുളയെക്കുറിച്ച് പറയുന്നുണ്ട്. മുളം തണ്ട് കൊണ്ടല്ല ഈ പറയുന്ന ഓടക്കുഴൽ ഉണ്ടാക്കിയത്, അത് ഈറയാണ് ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത്. ഈറയ്ക്കകത്ത് എന്നാണ് ഈ പറയുന്ന വേണുനാദം ഉണ്ടായത് കേട്ടോ. മുളയുടെ തണ്ടിൽ നിന്നല്ല, ശരിക്കും ഈറയിൽ നിന്നുമാണ് അത് ഉണ്ടായത്. അപ്പം അതും കൃഷ്ണനും ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈറ്റ എന്ന് പറയുന്ന സാധനം വീട്ടിൽ വളർത്താൻ പാടുള്ളതല്ല എന്നാണ് വാസ്തു പറയുന്നത്. അത് യാതൊരു കാരണവശാലും വീട്ടിൽ വളർത്തരുത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മുളന്തണ്ട് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് യാതൊരു കാരണവശാലും മാവ് വരാൻ പാടില്ല കേട്ടോ. തൊട്ടടുത്ത് മാവ്, അശോകം എന്നീ 2 ചെടികൾ, ഒന്നുകൂടി പറയാം, തെങ്ങ്, മാവ്, അശോകം, തെങ്ങ്, ഇത് 3ഉം ഈ മുളയുടെ അടുത്ത് വരാൻ പാടില്ല. കുറച്ച് ദൂരെ അല്ലെങ്കിൽ പൊസിഷൻ മാറിയേ വരാവും. മാവ് ഒരു കാരണവശാലും വരരുത്, മാവ് വരരുത്. പിന്നെ അശോകം വരാൻ പാടില്ല. വീട്ടിൽ പൊതുവെ അശോകം വയ്ക്കാത്തത് തന്നെയാണ് ഉത്തമം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വീട്ടിൽ ഈ അശോകം എന്ന് പറയുന്നത് ശോകമില്ലാതെ ആക്കുന്നതാണെന്ന് പറയുന്നുവെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു പൗരാണികമായിട്ടുള്ള ഒരു കഥയുണ്ട്. അതുകൊണ്ട് അത് വീട്ടിൽ വയ്ക്കാത്തതാണ് നല്ലത്. അങ്ങനെ ഒഴിവാക്കേണ്ട ചിലതുണ്ട്. പാരിജാതം, അശോകം അങ്ങനെയൊക്കെ ഉള്ളത് വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ 10 ഓർക്കിഡ് മേടിച്ച് വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൈത പൂത്ത് വരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാവ്, തെങ്ങ്, അശോകം ഇത് 3ഉം ഈ മുളയുടെ അടുത്ത് വരാൻ പാടില്ല. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മുളകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഏതൊക്കെയാണ് വീട്ടിൽ വെക്കേണ്ടത് എന്നുകൂടി ഞാൻ പറയാം. വീട്ടിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും കൂടി ഞാൻ പറയാം. വെക്കാൻ പാടില്ലാത്ത ഒരു മുളയും കൂടെ ഉണ്ട്, അതും കാണിച്ചു തരാം. ഓക്കെ, ശരി, നമുക്ക് ചിത്രങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതാണ് ഹെട്രോസൈക്ല അഥവാ ആമത്തോട് മുള എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് ജന്മദേശം എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാനിൽ കിക്കോച്ചിക്കു എന്നാണ് ഇതിൻ്റെ പേര് ശരിക്കും അറിയപ്പെടുന്നത്. സാധാരണയായിട്ട് ഈ തൂണ്, തറ, പാത്രങ്ങൾ, ഈ കരകൗശലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ല ഏകദേശം ഒരു 5 ഇഞ്ച് വരെ കനത്തിലാണിത് വളരുന്നത്. ഇതൊരു റണ്ണിങ് പ്ലാന്റായിട്ടാണ് സാധാരണ ഇത് കാണപ്പെടുന്നത്. വീടുകളിൽ സാധാരണ ഭംഗിക്കായിട്ട് വേണ്ടി മാത്രം വളർത്തുന്ന ഒന്നാണ്. റിസോർട്ടുകളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ആമത്തോട് മുള എന്നാണ് പൊതുവെ ഇതിനെ അറിയപ്പെടുന്നത്. ഇതാണ് ബ്ലാക്ക് ബാംബു എന്നറിയപ്പെടുന്നത്. സാധാരണ ഇത് വീടുകളിൽ വളർത്താറില്ല. ഇതിനൊരു തവിട്ട് പുള്ളിയൊക്കെ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഇത് നിർഭാഗ്യത്തിൻ്റെ സൂചനയായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇത് വീടുകളിൽ സാധാരണ വളർത്താറില്ല. ഇതിന് പൊതുവെ
താരതമ്യേന കനം വളരെ കുറവാണ്. ഇതാണ് ഏഷ്യൻ ലെമൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഞ്ഞമുളയുടെ ഒരു ആ ജനസിൽപ്പെടുന്നതാണ് എങ്കിലും ആ മഞ്ഞമുള അല്ലെങ്കിൽ ഗോൾഡൻ ബാമ്പു അല്ല ഇത്. പക്ഷേ ഇത് വീടുകളിൽ റിസോർട്ടുകളിലൊക്കെ വളർത്താറുണ്ട്. ഭാഗ്യത്തിൻ്റെ ഒരു സൂചന ആയിട്ടാണ് ഇത് വളർത്തുന്നത്. കാണാനും വളരെ ഭംഗിയുള്ള ഒരു മുളയാണ് ഈ പറയുന്ന ഏഷ്യൻ ലെമൺ എന്ന് പറയുന്നത്. ഇതൊരു റണ്ണിങ് പ്ലാന്റ് കൂടിയാണ്. ഇതാണ് സുബോയ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന മുള എന്ന് പറയുന്നത്. ഇതിന് വലിയൊരു പ്രസക്തി ഉണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയ്ക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ അടുക്കളയുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന സിങ്ക്, സ്റ്റൗ ഇത് രണ്ടും ഒരേ ദിശയിലാണെങ്കിൽ അതിന് നടുവിലായിട്ട് ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ആ ദോഷമില്ലാതെ ആകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സുബോയ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഡ്രാഗൺ ബാമ്പു എന്ന് പറയുന്നത്, അഥവാ ഭീമൻ മുള എന്നൊക്കെ വിളിക്കാറുണ്ട്. വീടുകളിൽ യാതൊരു കാരണവശാലും ഇത് വളർത്താൻ പാടില്ല. നമ്മൾ സൂവിലൊക്കെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ വളർന്നു നിൽക്കുന്ന കാണത്തില്ല. വളരെ ഉയരത്തിൽ പോകുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് ഇത് വീട്ടിൽ യാതൊരു കാരണവശാലും വളർത്തുവാൻ പാടുള്ളതല്ല. ഇതാണ് റെഡ് ബാമ്പു എന്ന് പറയുന്നത്. വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരുന്ന ഒന്നാണ് റെഡ് ബാമ്പു എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടും ഒക്കെ മാനസികമായിട്ടും ഒക്കെയുള്ള സന്തോഷം നമുക്ക് ലഭിക്കുന്ന ഒന്നുകൂടിയാണ് ഈ റെഡ് ബാമ്പു എന്ന് പറയുന്നത്. വീട്ടിൽ സമൃദ്ധമായി വളരുന്ന ഒന്നാണ് ഈ റെഡ് ബാമ്പു എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ അവസാനത്തെ ഒന്നുകൂടി പറഞ്ഞു നിർത്താം. ഇതാണ് ഗോൾഡൻ ബാമ്പു എന്ന് വിളിക്കുന്നത്. മഞ്ഞമുള നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി വളരുന്ന ഒന്നാണ്. ഇതിപ്പോൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ച് മാറ്റി ആ റെഡ് റിബൺ ഉപയോഗിച്ച് തന്നെ തരംതിരിക്കാവുന്നതാണ്. ഒരിക്കലും 4 എണ്ണമായിട്ട് ഒരുമിച്ച് നിർത്താൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണിത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് പല പല ഗ്രൂപ്പുകളാക്കി ഇതിനെ മാറ്റി ഓരോ വിഭാഗമാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ചൈനീസ് വിശ്വാസവും ജാപ്പനീസ് വിശ്വാസവും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആ മുളകളെക്കുറിച്ച്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.